വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അമല ബ്രിട്ടോ. തംബ്നെയിൽ കണ്ടപ്പോഴേ വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണാമല്ലോ അല്ലേ. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന സ്കാർഫ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സ്റ്റൈലിഷ് ഹെയർ ബാൻഡ് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷനാണ് കാണിച്ചിരുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. സോ വീട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആയി ഇതിനായിട്ടൊരു പോണിറ്റെയിൽ കെട്ടുക, ലൈക്ക് ദിസ്. ദെൻ ഈ ഒരു സ്കാർഫ് ഒരേ ലെങ്ത് ആണെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ശേഷം ഇതിനെ ഈക്വലായിട്ട് ഈ ഒരു പോർഷനിൽ നിന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. 2 വട്ടം ഇതിനെ ക്രോസ് ചെയ്യുക. ഇതിനെ എന്നിട്ട് ഈ 2 പോർഷൻസ് ബാക്കിലേക്ക് കൊണ്ടുവരിക. ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കുക.
ഇതാണ് നമ്മുടെ ഫോർത്ത് ഹെയർ സ്റ്റൈൽ. ഫിഫ്ത് സ്റ്റൈൽ, ഇതിനായിട്ട് നമ്മുടെ സ്കാർഫ് ഹെഡിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു ടർബൻ വേർഷൻ ആണ്. ഹെഡിലേക്ക് കൊണ്ടുവന്ന് ഇതൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡായിട്ട് 2 വട്ടം ക്രോസ് ചെയ്യുക. പിന്നെ ഇത് 2 ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കില് 2 കെട്ടിട്ട് കൊടുക്കുക. സോ ഓക്കെ, ബാക്കിൽ ഈ ഒരു കെട്ടിൽ നമുക്ക് അഴിച്ചു കൊടുക്കാം മുടി. ഇതാണ് നമ്മുടെ ഫിഫ്ത് സ്റ്റൈൽ. സോ നമ്മുടെ സിക്സ്ത് സ്റ്റൈൽ, ഇതിനായിട്ട് ഞാൻ ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. ഈ സ്കാർഫ് 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇതിനെ നമ്മുടെ ഹെയറിൽ ഇങ്ങനെ കവർ ചെയ്യുക. ശേഷം ഈ 2 പോർഷൻ എടുത്തിട്ട് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ലൈക്ക് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കൊരു ബോ പോലെ കെട്ടിക്കൊടുക്കാം. ബോ കെട്ടിക്കൊടുക്കാം. ഇതൊന്ന് വിടർത്തി കൊടുക്കുക. പിന്നെ ഈ ഒരു പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. സോ ഇതാണ് നമ്മുടെ സിക്സ്ത് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ നമ്മുടെ 7th സ്റ്റൈലിന് വേണ്ടി ഞാൻ ഈ സ്കാർഫ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാണ്. എന്നിട്ട് ഇത് നമ്മുടെ ഇവിടെ വെക്കുക. ഇത് ബാക്കില് 2 നോട്ട് ഇട്ട് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ 7th സ്റ്റൈൽ. എയ്ത്ത് സ്റ്റൈൽ, ഞാനിവിടെ സ്കാർഫ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത് ഇതിവിടെ ബോ പോലെ ഇങ്ങനെ വെക്കുക. ദെൻ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ 8th സ്റ്റൈൽ.
നമ്പർ 9, ഇതിനായിട്ട് നമ്മുടെ നേരത്തെ ചെയ്തതിൻ്റെ കൂടെ ഈ ഒരു പോർഷൻ, ഈ 2 പോർഷനും കൂടെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്ത് സെന്ററിലേക്ക് കൊണ്ടുവരിക. ദെൻ ഇതൊന്ന് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ 9th സ്റ്റൈൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കാർഫ് കൊണ്ടുള്ള സ്റ്റൈൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുറത്തേക്ക് ഒരു ഷോപ്പിങ്ങിനോ ട്രാവലിംഗൊക്കെ പോവുകയാണെങ്കിൽ ക്യാഷ് ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു സ്റ്റൈൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽസ് ഏതാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.